ഈ വയനാട് ദുരന്തത്തിനിടെ നമ്മൾ ഗംഗാവാലി പുഴയിൽ കാണാതെ പോയ, അങ്ങനെ പറയാമെന്നറിയില്ല, ഷിരൂരിൽ കാണാതെ പോയ അർജുനെ മറന്നോ? ഇന്ന് 17 ദിവസമായി, ഒരു വിവരമില്ല. അപ്പം നമ്മൾ പ്രാഥമികമായ ഒരു അന്വേഷണം നടത്തിയപ്പോൾ തെരച്ചിൽ നിർത്തുന്നതിന് ഒരു കാരണം പറഞ്ഞ് 21 ദിവസം കൂടി മഴയാണ്, അതുകൊണ്ട് തെരച്ചിൽ പറ്റില്ല. നദിയിൽ സാധാരണ നിലയിൽ 1 നോട്ട് 2 നോട്ട്, ഇത് പുഴയുടെ വേഗം, പുഴയുടെ അല്ല, ജലത്തിലെ വേഗം അളക്കുന്നത് നോട്ടിക്കൽ മൈലാണല്ലോ യാനങ്ങൾക്ക് പറയുന്നത്. 1-2 നോട്ട് സ്പീഡ് വന്നാൽ പോലും, ഒഴുക്കിൻ്റെ വേഗത ഉണ്ടെങ്കിൽ പോലും അപകടകരമാണ്. 7 നോട്ട്സിന് മുകളിലായിരുന്നു ഈ തെരച്ചിൽ നിർത്തുന്ന ദിവസം അവിടുത്തെ വേഗത. അപ്പോൾ ഉറപ്പായിട്ടും മരണം സംഭവിക്കും. പിന്നെ ബാർജ് കൊണ്ടുവരാൻ ശ്രമം നടത്തിയിരുന്നു. അപ്പോൾ ഗോവ പോർട്ടിൽ നിന്ന് വേണം ഇത് കൊണ്ടുവരാൻ. ഗോവ പോർട്ട് അടച്ചിരിക്കുകയാണ്, അപ്പോൾ അതുകൊണ്ട് കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ എനിക്കതിൽ നിന്ന് മനസ്സിലായത് ഗംഗാവാലി പുഴയിൽ നിന്ന് ഗോവ തുറമുഖത്തേക്ക് പോകാൻ പറ്റും, അതായത് കടലിലേക്കാണ് ഈ പുഴ ഒഴുകുന്നത്. അപ്പോൾ 17 ദിവസം കഴിഞ്ഞു ഷിരൂരിലെ ആ അപകടത്തെ തുടർന്ന് അർജുൻ പുഴയിൽ വീണെങ്കിൽ 17 ദിവസം കഴിഞ്ഞു. ഗോവ വരെ അറബിക്കടലിലേക്കാണ് ഗംഗാവാലി ഒഴുകിപ്പോകുന്നത്. ഇനി അർജുനെ കിട്ടുമോ? അർജുനെ കിട്ടുമോയെന്ന് ചോദിച്ചാൽ, ഈ നോട്ടിൻ്റെ കാര്യം പറഞ്ഞല്ലോ, തൃശ്ശൂർ കലക്ടർക്ക് കൃഷി വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർമാർ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അവിടുന്ന് ഒരു ഡ്രഡ്ജർ കൊണ്ടുപോയി ഇങ്ങനെ മാന്തി ഈ അർജുനെ കണ്ടുപിടിക്കാൻ പറ്റുമോ? കുഴി ഒക്കെ അവിടെ ഈ പാറകൾക്കും മണ്ണിനും ഇടയ്ക്ക് പാതി തകർന്ന നിലയിലാണ് അർജുൻ്റെ ലോറി എന്ന് പറയുന്നു. അതിൻ്റെ ക്യാബിൻ അതും പകുതി കയർന്ന് മുകളിലേക്ക് മലർന്ന് കിടക്കുന്ന രീതിയിലാണെന്നൊക്കെയാണ് പറയുന്നത്. ആരും കണ്ടിട്ടില്ല. പിന്നെ മാത്രമല്ല, ആ ചിത്രങ്ങളിൽ ഈ ആളുണ്ടോ ഇല്ലയോ എന്ന് പറയാൻ പറ്റില്ല എന്നും റിപ്പോർട്ടിൽ അല്ല. നമ്മൾ ഈ തുടക്കം മുതൽ പറഞ്ഞതിനകത്ത് ഒരു കാര്യം സാങ്കേതിക വിദഗ്ധർ പറയുന്നത്, ഒരു വാഹനം വെള്ളത്തിലേക്ക് വീണാൽ, അതും മലവെള്ളപ്പാച്ചിൽ വരുമ്പോൾ അതിന് വാട്ടറിൻ്റെ പ്രഷർ കൊണ്ട് ഈ ഗ്ലാസ് എന്തായാലും ബ്രേക്കാവും. അതിങ്ങനെ ബീഡിങ് വെച്ച് ഫിറ്റ് ചെയ്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ 12, 8, 9 നോട്ട് സ്പീഡിൽ വരുന്ന ഒഴുക്കാണ്. മാത്രമല്ല, ഈ ഒഴുക്കിൽ ഗംഗാവാലി പുഴയെക്കുറിച്ച് എപ്പോഴും പറയുന്ന, മഴക്കാലത്ത് അവിടെ ആളുകൾ ആ പുഴയെ കുളിക്കാറില്ല. അത് പശ്ചിമഘട്ടത്തിൽ നിന്ന് കുത്തനെ വീഴുന്ന നദിയാണ്, ഭയങ്കര സ്ലോപ്പായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് എപ്പോഴും വലിയ മരക്കഷ്ണങ്ങൾ, വലിയ പാറകളൊക്കെ ഈ നദിയിൽ ഒഴുകി വരും. അതുകൊണ്ട് മഴക്കാലം, റെയിനി സീസൺ, മൺസൂൺ തുടങ്ങിയാൽ തദ്ദേശവാസികൾ ആ പുഴയെ കുളിക്കത്തുപോലുമില്ല. കാരണം ചിലപ്പോൾ കുളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വലിയ പാറക്കല്ല് വന്ന് നമ്മൾ ഇടിക്കുന്നത്. അത്രയും ഡേഞ്ചർ, അത്രയും വലിയ. അപ്പോൾ മലവെള്ളപ്പാച്ചിൽ ഇതെല്ലാം കൂടെ ഒഴുകി വരുമ്പോൾ ഇതിൻ്റെ ഗ്ലാസ് അപ്പം തന്നെ ബ്രേക്ക്. ഒന്ന് വാട്ടറിൻ്റെ പ്രഷറും സ്പീഡും, 2 ഒഴുകി വരുന്ന ഈ ഘനമുള്ള വസ്തുക്കൾ കാരണം. അപ്പോൾ പിന്നെ അർജുൻ അതിനകത്തുണ്ട് ഫോൺ റിങ് അടിച്ചു എന്നൊക്കെ പറഞ്ഞ കഥയുണ്ടാക്കി അത് വിശ്വസിച്ച് കുറേ ആളുകൾ വിഡ്ഢികളായിരുന്നു അല്ലേ. അതായത് ഇപ്പോൾ ഡ്രഡ്ജർ തൃശ്ശൂരിൽ നിന്ന് കൊണ്ടുപോയിട്ട് കാര്യമില്ല എന്ന് നമ്മുടെ കൃഷി വകുപ്പ് ഡയറക്ടർ കലക്ടർക്ക് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്, തൃശ്ശൂർ ജില്ലാ കലക്ടർക്ക്. അതുകൊണ്ട് ഇവിടുന്ന് ഡ്രഡ്ജർ പോകുന്ന പ്രശ്നമില്ല. മറ്റേ ബാർജ് ഗോവയിൽ നിന്ന് വരാനും വഴിയില്ല. അതുകൊണ്ട് ഞായറാഴ്ച 13-ാം ദിവസമായിരുന്നു. ഞായറാഴ്ച ഈ അവിടുത്തെ MLA, കാർവാർ MLA സതീഷ് കൃഷ്ണ സെയിൽ, ഉത്തര കന്നഡ ഡെപ്യൂട്ടി കമ്മീഷണർ ലക്ഷ്മി പ്രിയ, അവർ രണ്ടുപേരും പറഞ്ഞു, ഇനിയിപ്പോൾ തൽക്കാലത്തേക്ക് ഇവിടെ തിരച്ചിലില്ല. അതാണ് കാരണം. ഈ 4 നോട്ട് വരെ ആണെങ്കിൽ ഡ്രഡ്ജർ കൊണ്ടുപോയിട്ട് കാര്യമുള്ളൂ എന്നുള്ളതാണ് റിപ്പോർട്ട്. 7-ന്റെ മുകളിലാണ് ഡ്രഡ്ജർ അറബിക്കടലിൽ കിടക്കും, അത്രേ ഉള്ളൂ. അതാണ് അതിൻ്റെ പ്രശ്നം. അപ്പോൾ അവർ ഡൈവേഴ്സ്, നീന്തൽക്കാർ, മുങ്ങൽ വിദഗ്ധർ അവിടെ മുങ്ങാൻ പറ്റുന്നില്ല. ഈശ്വർ മാൽപ്പയും സംഘവും വന്നിട്ട് അവർ കടലിൽ മത്സരിക്കുന്നവരാ. അതെ, കാരണം ഈ മാൽപ്പേ എന്ന് പറയുന്നത് ആ മണിപ്പാലിൽ നിന്ന് ദ്വീപ്, അവിടെ പോയിട്ടുണ്ട് ഞാൻ. അപ്പോൾ അവർക്ക് ശീലം ഉണ്ടാവും, ചെറിയൊരു ദ്വീപാണ്. അങ്ങേർക്കും പറ്റിയില്ല, സ്ഥിരം വെള്ളത്തിൽ. അദ്ദേഹത്തിന് ഈശ്വരനെ നേവി രക്ഷിക്കുമായിരുന്നു ഒഴുകി പോയിട്ട്. അതെ. അപ്പോൾ ഇനി രക്ഷയില്ല. എന്നിട്ട് നമ്മൾ എന്താ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ, പിണറായി വിജയൻ ഒരു കത്ത് എഴുതിയിട്ടുണ്ട്. മുഹമ്മദ് റിയാസ് ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചിട്ടുണ്ട്. അവിടെ കല്യാശ്ശേരി MLA M ബിജിൻ അങ്ങേരെ അവിടെ ക്യാമ്പ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ക്യാമ്പ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം എന്ത് കാര്യത്തില്ല, എല്ലാവരും പോയി, കർണാടക അധികൃതരെല്ലാം പോയി. നമുക്കിത് ചിരി തോന്നുന്നത് ഈ സത്യത്തിൽ അർജുൻ്റെ ഈ വേർപാടിൽ നമുക്ക് വലിയ ദുഃഖമുണ്ട്. പക്ഷെ നമുക്ക് ചിരി വന്നു പോകും. ഇത്തരം അപഹാസ്യമായ ചില
പ്രഹസനങ്ങൾ കാണിക്കുമ്പോൾ അവർ കർണാടക എല്ലാവരും തിരിച്ചുപോയി. MLA അവിടെ പോയി ആ മണ്ണിടിഞ്ഞെടുത്ത് പോയിട്ട് എന്തെടുക്കാൻ ക്യാമ്പ് ചെയ്തിട്ട് മാധ്യമ പ്രവർത്തകരും പോയി. MLAക്ക് സംസാരിക്കാനുള്ള ടെലിവിഷൻ ക്യാമറകളോ മൈക്കുകളോ ഒന്നും അവിടെ ഇല്ല. അപ്പൊ അതുകൊണ്ട് അവിടെ അല്ല, അവിടെ ഇനിയും മണ്ണിടിയാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ MLA അവിടെ നിൽക്കൂല. മണ്ണിടിച്ചിലിന്റെ സമയമാണല്ലോ ഇപ്പൊ. അവിടെ നടന്നതും ലാൻഡ് സ്ലൈഡ് തന്നെയാണ്. നമ്മൾ വയനാട്ടിലെ കാര്യം, ഇപ്പൊ അർജുന്റെ കാര്യം ചർച്ച ചെയ്യുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവിടെ ഒരു മണ്ണിടിച്ചിൽ ഇര ഉണ്ടായിരുന്നു. ആ ഇര എല്ലാവരും മറന്നു. പക്ഷെ ആ തെരച്ചിലിന് വേണ്ടിയോ എന്തെങ്കിലും പോപ്പുലേറ്റഡ് ഏരിയ ആയിരുന്നില്ല, പോപ്പുലേഷൻ ഉള്ള സ്ഥലം ആയിരുന്നില്ല. അതുകൊണ്ട് കുറച്ച് കാഷ്വാലിറ്റീസ് ഉണ്ടായി. പക്ഷെ എത്ര പേർ മരിച്ചിട്ടുണ്ടെന്ന് കൃത്യം ഇപ്പോഴും അറിയില്ല. ഇനിയും 2-3 പേരെ കിട്ടാനുണ്ട്. ഒരു കുട്ടി പറയുന്നുണ്ടായിരുന്നു, എൻ്റെ അച്ഛൻ ധരിച്ചിരുന്ന ഷർട്ടെങ്കിലും എനിക്ക് കിട്ടിയാൽ മതിയെന്ന്. ഇപ്പോ ഈ ഇങ്ങേരുടെ മോതിരാണെന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ, അർജുൻ്റെ മോതിരാണ്, അത് അർജുൻ്റേതാണെന്ന് തിരിച്ചറിഞ്ഞു, ജഡം കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ ഉണ്ടെന്ന്. അപ്പോൾ വീട്ടുകാരിപ്പോൾ പറഞ്ഞിട്ടുണ്ട് അത് ഫേക്കാണ്. ഇങ്ങനെയൊക്കെ ഫേക്ക് വീഡിയോ ഒക്കെ ഉണ്ടാക്കുന്നതിനെ ശിക്ഷിക്കാൻ പല വകുപ്പ്. എന്ത് വൃത്തികേടാ അല്ലേ? അല്ല, എഞ്ചിൻ സ്റ്റാർട്ടായി, ഞങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുമില്ല മോതിരം, ഞങ്ങൾ അവിടെ പോയിട്ടുമില്ല, എല്ലാവരും വിളിച്ചിട്ടുമില്ല. ഇത് മാത്രമല്ല, എഞ്ചിൻ സ്റ്റാർട്ടായി, GPS കിട്ടി, മൊബൈൽ 2-3 പ്രാവശ്യം റിങ് ചെയ്തു. ഈ എന്തൊക്കെ കഥകളായിരുന്നു. പിന്നെ പുഴയിലല്ല, മറ്റേ കരയിലാണ്, മണ്ണിൻ്റെ അടിയിലാണ്. ഒരുപാട് കഥകൾ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ ഉണ്ടാകരുത്. ഞായറാഴ്ച പിണറായി വിജയൻ മറ്റേ സിദ്ധരാമയ്യക്ക് കത്തയച്ചിട്ടുണ്ട്, ഇത് നിർത്തിയത് ശരിയായില്ല എന്ന് പറഞ്ഞിട്ട്. അവിടെ എന്ത് ചെയ്യാൻ സിദ്ധരാമയ്യ എന്ത് ചെയ്യാനാ? അല്ല, സിദ്ധരാമയ്യ മാന്യനായതുകൊണ്ടാണ്. അന്ന് പിന്നെ ഒരു കാര്യം ചെയ്യും, കേരളം വന്ന് തെരച്ചിൽ തുടരൂ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ വിവരം അറിഞ്ഞാൽ. പിന്നെ ഒരു കർണാടക പ്രതിനിധിയായിട്ട് മുഹമ്മദ് റിയാസ് ചർച്ച ചെയ്തു. പ്രതിനിധി എന്ന് പറയുന്ന MLA ആയിരിക്കില്ലേ, അല്ലാതെ വേറെന്താ പ്രതിനിധി ഇതിൻ്റെ അകത്ത്? അപ്പോൾ ഇത് ആർബിട്രറിലി കോളിംഗ് ഓഫ് ദ മിഷൻ എന്നാണ് മുഹമ്മദ് റിയാസ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയല്ലല്ലോ, അവിടെ അവസാനിപ്പിച്ചു. നേവിക്കാർ വന്നിട്ട്, ഇപ്പോൾ വയനാട്ടിലെ സൈന്യം ഇറങ്ങിയിട്ടാണല്ലോ കാര്യങ്ങൾ നടക്കുന്നത്. അവിടെ നേവിക്കാർ വന്നിട്ട് അത് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് അവർ മടങ്ങി. അല്ല, നമ്മളൊരു റിയാലിറ്റി ഇനി അംഗീകരിക്കണ്ടേ ജാവേദ് സാർ? കാരണം 17 ദിവസം കഴിഞ്ഞു, ഇപ്പോഴും ആ നദിയെക്കുറിച്ച് ഞാൻ കേട്ടത്, ഇടയ്ക്ക് നദിയിൽ ഈ ഗംഗാവാലിയിൽ തിരമാലകളുണ്ടാവും, കടൽ പോലെ. അത് അതിൻ്റെ ഒരു ഈ ബോയ്സ്ട്രസ് എന്നുള്ളൊരു വാക്കില്ലേ കടലിനെ പറ്റിയൊക്കെ പറയാനായിട്ട്, ഇങ്ങനെ തിളച്ചു മറിയുന്നത്. അതാണ് അവിടുത്തെ വേവ്സ് കാണുമ്പോൾ അങ്ങനെയാ, തിരമാലകൾ വരെ ഒഴുകുകയല്ല, അത് ഉണ്ടാവുന്ന നദിയാണ്. അത് മുറിച്ച് ഈ മഴക്കാലത്ത് ക്രോസ് ചെയ്ത് അക്കരെ പോകാൻ പോലും പറ്റില്ല, മത്സ്യബന്ധന ബോട്ട് യാനങ്ങൾക്ക് പോലും. അപ്പോൾ അങ്ങനത്തെ ഉള്ളൊരു നദിയിൽ നിരന്തരം മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ തെരച്ചിൽ തുറന്നിട്ട് കാര്യം. പക്ഷേ നമുക്ക് ഒരു കാര്യം നമ്മളിനി പറയാതിരുന്നിട്ട് കാര്യമുണ്ടോ? അർജുനെ തിരിച്ചു കിട്ടില്ല. ശരീരത്തിൻ്റെ അവശിഷ്ടം പോലും കിട്ടാനുള്ള സാധ്യതകൾ വളരെ വിരളമാണ്. ഈ പറഞ്ഞ രീതിയിലാണെങ്കിൽ ആ ക്യാബിൻ്റെ ആ ഗ്ലാസ് തുറന്നു പോയിട്ടുണ്ടാവും എന്ന് പറഞ്ഞില്ലേ, ബീഡിങ്ങും ഒക്കെ. അങ്ങനെയാണെങ്കിൽ അതായത് ബോഡി പോലും കിട്ടാനില്ല. കാരണം ഒഴുകി പോകുന്ന വഴിക്ക് വെള്ളച്ചാട്ടങ്ങളും ഒക്കെയുള്ള നദിയാണ്. പിന്നീട് നേരെ അറബിക്കടലിലേക്കാണ് പോകുന്നത്. ഗോവ പോർട്ടിലേക്ക്, കൊങ്കൺ ഏറിയാണല്ലോ, ഗോവ തുറമുഖത്തേക്ക് ഇതിന് ചാലുണ്ട്, വഴിയുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോൾ ഇനി നമ്മൾ അർജുനെ തിരിച്ചു കിട്ടില്ല എന്നുള്ള അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ കടലിലേക്ക് പോയിരിക്കാം. അത് പറയാതിരുന്നിട്ട് മാത്രമല്ല, ഇത്രയും ഒഴുക്കുള്ളപ്പോഴേ അതൊക്കെ വളരെ എളുപ്പമാണ്. ആ ഒഴുക്കിൻ്റെ ദിശയിലല്ലേ. അല്ല, മറ്റൊന്നുകൂടിയുണ്ട്. ഇപ്പം നമ്മൾ ഈ നിലമ്പൂരിൽ നിന്ന് വരുന്ന നിലമ്പൂർ മുണ്ടക്കയിൽ നിന്ന് ഒഴുകി നിലമ്പൂർ വരുന്ന ബോഡി ചിലപ്പോൾ ശരീരത്തിൻ്റെ ചതഞ്ഞ ചില പീസായിട്ടാണ്, മാംസകഷ്ണങ്ങളാണ് വരുന്നത്. അപ്പോൾ ഈ നദിയിലും ഇതുപോലെ വലിയ മരക്കഷ്ണങ്ങളുമൊക്കെ ഒഴുകി പോകുന്നുണ്ട്. ഈ ശരീരം ഒഴുകി തട്ടി, നമ്മളിത് പറയുന്നത് വലിയ ക്രൂരമാണ്, എന്നാൽ പോലും ആകെ വിച്ഛേദമായി ചിതറിത്തെറിച്ചൊക്കെ പോയിരിക്കാനുള്ള സാധ്യതയുണ്ട്. പല കഷ്ണങ്ങളായിട്ട് പോയിരിക്കാം. അപ്പോൾ പ്രയാസമാണ്. പിന്നെ ആ തടി തന്നെ 12 കിലോമീറ്റർ. അതെ, അത് വഹിച്ചിരുന്ന തടി എന്ന് പറഞ്ഞാൽ നല്ല വെയിറ്റ് ഉള്ളതല്ലേ, അത് തന്നെ 12 കിലോമീറ്റർ ഉന്തിക്കൊണ്ട് പോയിട്ടുണ്ട് ഈ പ്രവാഹം. അതുകൊണ്ട് നമുക്ക് ഇനിയിപ്പോൾ എത്ര ശ്രമം നടത്തിയിട്ടും ആ ലോറി ഇനി വീണ്ടെടുക്കാൻ ഈ കർണാടക സർക്കാർ പറഞ്ഞില്ലെങ്കിലും ആ തിരിച്ചറിവാണ് അവരുടെ ശബ്ദത്തിൽ. അതെ, ഇനി 21 ദിവസം മഴയൊക്കെ മാറിയിട്ട് രണ്ടാമതൊരു റെസ്ക്യൂ ഓപ്പറേഷൻ ആരംഭിക്കാനുള്ള സാധ്യതയൊക്കെ വിരളമാണ്. നദിയിൽ പോയ ലോറി നദിയിൽ തന്നെ കിടക്കാനായിരിക്കും തീരുമാനം. കാരണം അത് ഉയർത്തിയെടുത്തിട്ട് വേറെ കാര്യമൊന്നുമില്ല. അപ്പോൾ ആകെ ചെയ്യാവുന്നുള്ള, നമ്മളൊരാൾ മിസ്സിങ് ആയാൽ ഏതാണ്ട് 7 വർഷം കഴിഞ്ഞാലേ അയാൾ മരിച്ചതായി സ്ഥിരീകരിക്കപ്പെടത്തുള്ളൂ നിയമപ്രകാരം. പക്ഷെ അർജുൻ്റെ കേസിൽ
അതാണൊരു വലിയ പരാധീനത. ആള് മരിച്ചു എന്ന് ഉറപ്പിക്കാൻ 7 വർഷം കാത്തിരിക്കണം. കാരണം ഇതിനകത്ത് പുഴയിൽ തന്നെ പോയതിന് തെളിവില്ല, മണ്ണിനടി പോയൊന്നും തെളിവില്ല. അർജുൻ വാഹനത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് നിഗമനമാണ്. വാഹനം നിർത്തി ഇറങ്ങിയിരിക്കാം, അല്ലെങ്കിൽ വാഹനത്തിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അവസാനമായി അർജുനെ കണ്ട ഒരാളുമില്ല. ഒരു പക്ഷേ അർജുൻ കരയിലായിരുന്നു എനിക്ക് ആ സമയത്ത്. അവിടെ ഒരു ചായക്കട ഉണ്ടായിരുന്നു. അപ്പോൾ ലക്ഷ്മണപ്പൈ, അപ്പോൾ ലോറി മാത്രമായിരിക്കാം ഈ പുഴയിലേക്ക്, അങ്ങനെയൊക്കെ വരാം. അർജുനും ഈ ലക്ഷ്മണപ്പയ്യും എല്ലാവരോടും ഒലിച്ചു പോയതാണ്. ഇപ്പോൾ വയനാട്ടിൽ നേരിട്ട് കണ്ടാണല്ലോ എത്രയോ പേര് തിരിച്ചറിയാനായിട്ട് അവശേഷിച്ചു. അതെ അതെ. അപ്പോൾ അർജുൻ ഇനി വരില്ല, നമുക്കത് പറയാതെ തരവില്ല. അർജുൻ തിരിച്ചു വരില്ല, അർജുനെ തിരിച്ചു കിട്ടില്ല. ആ ലോറിയും ഇനി പ്രതീക്ഷിക്കേണ്ട. ഇനി ഒരു തിരച്ചിൽ ശ്രമം അസാധ്യമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.